ഹലോ മോട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു മഹാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മഹാൻ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ആരിഫ മലപ്പുറത്തിൻ്റെ സെക്കൻഡ് ഹസ്ബൻഡ് എങ്ങാണ്ടാണ്. പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ എനിക്കൊരു പെർമിഷൻ തന്നേക്കുന്നു. ഇപ്പോൾ പുതിയൊരു പദവിയും കൂടി തന്നിട്ടുണ്ട്. അതായത് പരിശുദ്ധമാക്കപ്പെട്ട രായമ്മ എന്നുള്ള ഒരു പദവിയും കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അല്ലടാ ഊവേ, ഡൗവേ, താൻ ആരാടാ ഊവേ എനിക്ക് സ്ഥാനമാനങ്ങൾ തരാൻ? താൻ ആരടാ ഊവേ? ആദ്യം താൻ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു, ഞാനതങ്ങ് വിട്ടു. ഞാനൊരു ചാനൽ എടുത്തും കൊണ്ട് വന്നത് അത് എന്തിന് എന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ട്. തനിക്ക് വിമർശിക്കാം, പക്ഷേ അധികാരം ചെലുത്തണ്ട. അധികാരം ചെലുത്താൻ ഞാൻ തൻ്റെ പെണ്ണും പിള്ളയല്ല, മനസ്സിലായ? പിന്നെ എനിക്ക് സ്ഥാനമാനങ്ങൾ തരാൻ താൻ ആരാടാവേ? ഒരു അതേടോ ഊഷാൻ താടിയും വെച്ച് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ സാബിറാത്തയ്ക്ക് എത്ര ഷഡ്യമുണ്ട്, പിന്നെ ഷാജിദയ്ക്ക് എത്ര ബ്രേസിയറുണ്ട്, നജിലയ്ക്ക് എത്ര കാമുകന്മാരുണ്ട് എന്ന് അന്വേഷിക്കൽ തന്നെയാണ് താൻ എൻ്റെ ചാനലിൽ കയറി അവിഹിതം വിൽക്കുന്നു എന്ന് പറയുന്നു. ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ വിഷയത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഞാൻ ചാനൽ എടുത്തുകൊണ്ട് വന്നത്. ഈ വിഷയം അവസാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ചാനൽ അടച്ചുപൂട്ടിയിട്ട് തന്നെ പോകും. എനിക്ക് പിന്നെ തീരെ ഒന്നും സംസാരിക്കേണ്ട കാര്യമേ വരൂലായിരിക്കാം. എൻ്റെ ഇഷ്ടമാണോ എൻ്റെ ചാനലിൽ ഞാൻ എന്ത് കണ്ടന്റ് ഇടുമെന്ന്. അതായത് തൻ്റെ ഒരു നയം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കണ്ടില്ലേ, ഞങ്ങളെല്ലാവരെയും പച്ചറിച്ച് തിന്നുന്നു. പരിശുദ്ധമാക്കപ്പെട്ട രായമ്മേ, നീ അങ്ങ് വലിയ പരിശുദ്ധയൊന്നും ആകണ്ട. നീ ഞമ്മനെ പോലെ അങ്ങ് ഓടി നടന്ന് പച്ചറിച്ച് തിന്നു. മനസ്സില്ലടാ, മനസ്സില്ല. താൻ ആരടാവേ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഉപദേശം വേറെയും കൂടി. അതായത് തനിക്ക് തെണ്ടണമെങ്കിൽ താൻ പോയി തെണ്ടടോ. വഴി നീളെ പിന്നെ പെണ്ണും കെട്ടി പോറ്റാൻ നിവൃത്തിയില്ലാതെ യൂട്യൂബിൽ വന്ന് തെണ്ടുന്നുണ്ടെങ്കിൽ താൻ പോയി തെണ്ടടോ. താൻ എന്നെ തെണ്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണ്ട. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഒരു വരുമാനമുണ്ട്, എനിക്കൊരു ഭർത്താവുണ്ട്, എൻ്റെ ഭർത്താവിന് വരുമാന മാർഗമുണ്ട്. താൻ ആരടാ എന്നെ പിച്ച തെണ്ടാൻ വേണ്ടിയിട്ട്? താൻ ചെയ്യടോ. നജില ചെയ്യുന്നത് പോലെ ഇജ്ജ് ചെയ്യ്. ഇജ്ജ് എനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. എൻ്റെ ഇഷ്ടമാണോ? എൻ്റെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. നീയൊക്കെ തെണ്ടുന്ന് എന്ന് പറഞ്ഞും കൊണ്ട് അതുപോലെ തെണ്ടാൻ എനിക്ക് മനസ്സില്ലടോ. തെണ്ടാൻ എനിക്ക് മനസ്സില്ല. താനങ്ങ് ഭയങ്കര എനിക്ക് സ്ഥാനമാനം ഉണ്ടാക്കി തരാൻ താൻ ആരടോ? പരിശുദ്ധമാക്കപ്പെട്ട രായമ്മ. തൻ്റെ മടിയിൽ വെച്ചാണോടോ എനിക്ക് പേരിട്ടത് പരിശുദ്ധമാക്കപ്പെട്ട രായമ്മ എന്ന്? പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ വരും. അത് ഉടനെ രായമ്മ ഗപ്പി കുഞ്ഞുങ്ങളെ, എടാ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ വളർത്തുന്ന ഗപ്പി കുഞ്ഞുങ്ങൾ തൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരെല്ലാം പിന്നെ അനാർക്കലികളാണോടോ? അനാർക്കലികളാണോ? അനാർക്കലിയല്ല, അനാക്കോണ്ട തെറ്റിപ്പോയി. അനാക്കോണ്ടയാണോടോ? ഹൈ, തനിക്ക് തൻ്റെ പെണ്ണുപിള്ളമാരുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരേടോ. എന്തിനാടോ പരിശുദ്ധമാക്കപ്പെട്ട രായമ്മയുടെ തോളിലോട്ട് വന്നിട്ട് കയറുന്നത്? ഇജ്ജ് എൻ്റെ ചാനലിൽ ഇജ്ജ് എന്ത് ചെയ്യണമെന്ന് നീ ഇജ്ജ് തീരുമാനി. എൻ്റെ ചാനലിൽ ഞാൻ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. എല്ലാവരും കൂടി കൂട്ടത്തോടെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് രായമ്മേനെ ഒരു കണ്ടന്റ് ചെയ്യുന്നതിൽ മാത്രം. രായമ്മ ഞാനതിന് റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് ആരോടോ പറഞ്ഞത്? ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാന്ന് എൻ്റെ അടുത്ത് ആരോടോ പറഞ്ഞത്? ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്ന സമയത്ത് അതിനും പിന്നെ എന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാതെ താൻ പറയോടോ? ഇജ്ജ് പറയോടോ? ഇജ്ജ് പറയോ? ഇജ്ജ് എൻ്റെ കാര്യം നോക്കടോ. എൻ്റെ ചാനലിൽ തനിക്ക് അലോസരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ചാനൽ കാണാതിരിക്കുക. ഞാൻ തൻ്റെ ചാനലൊന്നും കാണാറില്ലടോ. പിന്നെ ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നിട്ട് നോക്കിയതാണടോ. അയ്യോ, വലിയ ഉപദേഷ്ടാവ് വന്നേക്കുന്നത്. താൻ ആരാണ്? അല്ല, എനിക്ക് മനസ്സിലായില്ല. താൻ ആരാണ് എന്നെ ഉപദേശിക്കാനും എന്നെ പിച്ച തണ്ടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനും? അനക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കടോ ഒന്നും. അന്നയൊക്കെ പോലെ 10,000 കെട്ടിക്കൊണ്ട് അടക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ അങ്ങനെയാണോ ജീവിക്കേണ്ടത്?
എടാ എനിക്കൊരു ജീവിതമുണ്ട്, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡും ആണ്. അങ്ങ് എനിക്ക് പെർമിഷൻ തരാൻ താൻ ആരടാവേ? ഹൈ വലിയ ഓഞ്ഞ. തൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ എന്താ തൻ്റെ ഒന്ന് പോടോ.